സഹ്യനിരകളുടെ നിമ്നോന്നത ഭൂമി. ഉയരം കൂടുന്തോറും തണുപ്പേറുകയാണ്. വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ഈശ്വര സാന്നിധ്യത്തിന്റെയും ഒക്കെ നിറവിലമരുന്ന ഒരു ആരാധനാലയം തേടിയുള്ള യാത്രയിലാണ്. റബ്ബറും കവുങ്ങും കാപ്പിയുമൊക്കെ കൃഷി ചെയ്യുന്ന ഇടുക്കിയുടെ കയറ്റിറക്കങ്ങളിലൂടെയാണ് യാത്ര. തേയിലക്കാടിന്റെ പച്ചപ്പും കുളിരും നുകർന്ന് കുമളിയിലേക്ക് അടുക്കുകയാണ്. ഇവിടെയാണ് ഗ്രാമത്തിന്റെയും മലയോര നന്മയുടെയും വിശുദ്ധയിൽ മലഞ്ചെരുവിലെ വിശ്വാസികൾക്കും ഇവിടെ എത്തുന്ന നാനാജാതി മതസ്ഥർക്കും ആശ്വാസവും ആശ്രയവുമേകുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. ആധുനികതയുടെ കോൺക്രീറ്റിന് കീഴെ പൗരാണികതയുടെ വിശുദ്ധിയിൽ അനേകായിരങ്ങൾക്ക് വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനാ പുണ്യത്തിലൂടെയും സംതൃപ്തിയുടെയും സായുജ്യത്തിന്റെയും അതിരുകൾ കാട്ടിക്കൊടുക്കുകയാണ് ഈ ക്രൈസ്തവ ദേവാലയം. ഈ വനമേഖലയിലെ തണുപ്പിലും അസ്വാരസ്യങ്ങളിലും വളർന്ന ക്രൈസ്തവ വിശ്വാസികൾ 1964 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. ദേവാലയം സ്ഥാപിക്കപ്പെട്ട കാലത്ത് തന്നെ ഇതിനോട് ചേർന്നുള്ള മലയുടെ മുകളിലൊരു കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആ കുരിശ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഇവിടെ നിരന്തരമായിട്ട് അച്ഛന്മാർ താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഇടദിവസങ്ങളിലൊക്കെ ഞായറാഴ്ച വന്ന് ആരാധന അർപ്പിച്ചു പോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇടദിവസങ്ങളിൽ ആളുകൾ ഈ കുരിശിൻ്റെ ഭാഗത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പതിവ് ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് 2-3 പേരെന്നുള്ള നിലയ്ക്ക് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്രകാരം വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകൾക്ക് ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നാട്ടുകാരുടെയും വിശ്വാസികളുടെയും കൂട്ടായ്മയിലും സ്നേഹത്തിലും പള്ളിക്ക് കൂടുതൽ പേരും പെരുമയും കൈവരികയായിരുന്നു. ആരാധനയിലും ആരാധനയ്ക്കെത്തുന്നവരിലും എണ്ണവും അനുഭവവും കൂടിയപ്പോൾ പള്ളി കൂടുതൽ വിശാല സൗകര്യങ്ങളിലേക്ക് ഉയർത്തി. ഒപ്പം ഒരു ചാപ്പലും ഇവിടെ പണിതു. 64 ഞങ്ങൾ ഈ താഴെയുള്ള പള്ളി സ്ഥാപിക്കുമ്പോൾ ഇതൊരു വലിയ വനപ്രദേശമായിരുന്നു. അത് ചിറ്റിന്ത് എന്ന് പറയുന്ന ഇവിടുത്തെ ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേക ഇതുള്ള ഒരു ചെടി ഇങ്ങനെ വളർന്നു നിന്നതാണ്. താഴെ ഉള്ളൊരു ചാപ്പൽ എന്ന് പറയുന്ന അന്ന് പുല്ലുകൊണ്ട് മേഞ്ഞ് പരമ്പ് കൊണ്ട് മറച്ചുള്ള ഇതായിരുന്നു. ഇന്നീ കാണുന്ന ദേവാലയം പടുത്തുറത്തിയത് 1995. അതിനു മുമ്പ് 76 എൻ്റെ ഒരു മധുവ ആദ്യത്തെ ഒരു പോർഷൻ. അപ്പം ഞങ്ങൾ കുറച്ച് ഇടവക്കാരേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ആദ്യം മധുവ പണിതു. അതിനുശേഷം 95 ആ ദേവാലയം ഞങ്ങൾ കുദാശ ചെയ്തു. 95 ശേഷമാണ് ഇതുപോലെ ഉള്ള ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് ഇവിടെ വന്നത്. അന്നു മുതൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സംഖ്യ മുഴുവൻ വിനിയോഗിക്കുന്നില്ല. ബാക്കിയുള്ള നല്ലൊരു സംഖ്യ ഞങ്ങൾ സാധു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ചെറിയൊരു തുക വരുന്ന ദൈനംദിന ചെലവുകൾ കഴിഞ്ഞുള്ളതിന് വേണ്ടി ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അതനുസരിച്ച് നമ്മൾ അവിടെ ഒരു ചാപ്പൽ, ഈ കുരിശിനോട് ചേർന്ന് ഒരു ചാപ്പൽ അവിടെ നിർമ്മിച്ചു. അപ്പോഴേക്കും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് വീണ്ടും ഉണ്ടാകുന്നു. അത് പരിസരത്തുള്ള ആളുകൾ മാത്രമല്ല, ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ക്രൈസ്തവർ മാത്രമല്ല, ഇതര മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അനേകം ആളുകൾ ഇങ്ങനെ ക്രമേണയായിട്ട് വരുവാനായിട്ട് തുടങ്ങി. തീർത്ഥാടകരുടെ വരവിലൊരു വർധനവുണ്ടാകുവാൻ തുടങ്ങി. മലങ്കര സഭയുടെ വിശുദ്ധ പരമല തിരുമേനിയുടെ സാക്ഷ്യങ്ങളിലൂടെയും വിശ്വാസത്തിലൂടെയും ഈ പള്ളിയും ഉയർന്നപ്പോൾ കൂടുതൽ വിശ്വാസികൾ പരമലയിലേക്കുള്ള ഇടത്താവളമായും പുറ്റടിയിലെ ഈ പള്ളിയെ കണ്ടു. അങ്ങനെ വിശുദ്ധ പരമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുവാനുള്ള സൗഭാഗ്യവും ഈ ആരാധനാലയത്തിന് കൈവരികയായിരുന്നു ഒരു നിമിത്തം പോലെ. ഈ ചാപ്പല് പണിയുമ്പോഴത് പരിശുദ്ധ പരമല തിരുമേനിയുടെ നാമത്തിലാണ് ചാപ്പല് നമ്മൾ സ്ഥാപിക്കുന്നത്. 2004 പരിശുദ്ധ പരമല തിരുമേനിയുടെ തിരുശേഷിപ്പ് കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് അന്ന് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന തോമസ് മാർ അത്താനോസിസ് തിരുമേനിയുടെ കൂടി സാന്നിധ്യത്തിൽ തിരുശേഷിപ്പ് കുരിശുമലയിൽ സ്ഥാപിച്ചു.
അതിനുശേഷം കൂടുതൽ ആളുകൾ, വളരെയേറെ ആളുകൾ അവിടെ എത്തിച്ചേരുവാനായിട്ട് തുടങ്ങി. നമ്മൾ എല്ലാ ദിവസങ്ങളിലും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ ക്രമീകരിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളമായിട്ട് ആളുകൾ കടന്നു വരുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് എന്ന് പറയാവുന്നതുപോലെ ആളുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടന്നു വരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നത്. പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് പള്ളിയിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഉയർത്തുവാൻ കാരണമാക്കി. ഹൈറേഞ്ച് നിവാസികൾ മാത്രമല്ല, ഇടുക്കി മേഖലയിലെ സകലമാന ക്രൈസ്തവ വിശ്വാസികളും ഇവിടുത്തെ തിരുശേഷിപ്പിനെ വണങ്ങി അനുഭവ പുണ്യം നേടി. അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനായിട്ടുണ്ടായ കാരണം, ചാപ്പല് പണിയുന്ന സമയത്ത് അത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലാണ് ആ ചാപ്പല് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് പരിമലയിൽ പോയി ആരാധനയിൽ സംബന്ധിക്കുകയും പരിമല തിരുമേനിയുടെ കബറിടം സന്ദർശിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. എന്നാൽ പരിമല എന്ന് പറയുന്ന സ്ഥാനം ഇത്രയും ദൂരമായതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുവാനായിട്ടും പെരുന്നാളിൻ്റെ ഒക്കെ സമയങ്ങളിൽ പോയി പെരുന്നാളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് സമയങ്ങളിലൊക്കെ ഈ യാത്ര ദൂരക്കൂടുതൽ കൊണ്ടൊക്കെയും അവർക്ക് ചെന്നെത്തുവാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് അവിടെ പോകുന്നത് പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചും ബുദ്ധിമുട്ട് അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനാണ് പരിശുദ്ധ പരിമല തിരുമേനി. ഭാരത സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് പരിശുദ്ധ പദവിയിലേക്ക് എത്തിപ്പെടുന്ന ഒരാൾ പരിശുദ്ധ പരിമല തിരുമേനിയാണ്. അപ്പോൾ തിരുമേനിയുടെ ഒരു പ്രാർത്ഥനാ സാന്നിധ്യം ഇവിടെ ആളുകൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നു. ആ ഒരു സാന്നിധ്യം കുറച്ചുകൂടി അനുഭവവേദ്യമാകുവാനായിട്ട് ഇടയാകുക എന്നുള്ളതാണ് തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അതാണ്. മുമ്പ് പള്ളിക്ക് മുകളിലെ സമതലത്തിൽ പ്രാർത്ഥനയ്ക്കായി സ്ഥാപിച്ച മരക്കുരിശിന് ആരാധനയുടെ ആധുനിക ചുറ്റുപാട് നൽകുവാൻ തീരുമാനിച്ചതും വഴിത്തിരിവായി. സ്വസ്ഥവും നിശബ്ദവുമായി മലമുകളിലെ കാറ്റും കുളിരുമേകുന്ന സ്വാന്തന സ്പർശങ്ങളിലൂടെ കൂടുതൽ പേർ ഈശ്വര സാന്നിധ്യം അറിയുകയായിരുന്നു. കാലക്രമേണ അവിടെ ഉണ്ടായിരുന്ന തടി കൊണ്ട് നിർമ്മിച്ചിരുന്ന കുരിശ് നഷ്ടപ്പെട്ടു, അത് ദ്രവിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെ തുടർന്ന് സ്ഥിരമായിട്ടൊരു കുരിശ് മലയുടെ മുകളിൽ സ്ഥാപിച്ചു, കോൺക്രീറ്റിൻ്റെ ഒരു കുരിശ് സ്ഥാപിച്ചു. അപ്പോഴേക്കും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിലൊരു വർധനവ് അനുഭവപ്പെട്ടു തുടങ്ങി. നമ്മൾ പ്രത്യേകമായിട്ടുള്ള പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പരസ്പരം പറഞ്ഞ് അറിഞ്ഞ് ആളുകൾ ഇവിടെ ഈ കുരിശുമലയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമുണ്ട് എന്ന് പറയുകയും ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ പരസ്പരം പറഞ്ഞ് അറിഞ്ഞ് ധാരാളം ആളുകൾ വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ധ്യാനത്തിന് പറ്റിയ നല്ലൊരു അന്തരീക്ഷമായിട്ട് അതിനെ കാണുകയും അവർക്ക് അവിടെ ഒരല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മളൊരു സജ്ജീകരണം ഉണ്ടാകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ ഇവിടെ ഒരു ആരാധനാ മണ്ഡപം തന്നെ ഉയർന്നു വന്നു. അത് പിന്നീട് കർമ്മേൽ കുരിശുമല തീർത്ഥാടന പുണ്യത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഉത്സവകാലത്ത് ഈ മല കയറിവന്ന് അനുഭവ പുണ്യം നേടുന്നത്. പ്രാർത്ഥനയ്ക്കായി ഇന്ന് പല നാട്ടിൽ നിന്നും വിശ്വാസികളും അന്യ സമുദായക്കാരുമൊക്കെ ഇവിടെ എത്തുകയാണ്. വചന ശുശ്രൂഷ, കുർബാന, പൗരോഹിത്യ പ്രതിഭകളുടെ ആശീർവാദ ശുശ്രൂഷ, അങ്ങനെ പല മേഖലകളിലേക്ക് പള്ളിയുടെ പ്രവർത്തനങ്ങൾ നീണ്ടു. സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് പറ്റില്ല എങ്കിൽ പോലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകൾ പല തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ അവർ വന്ന് സാക്ഷ്യപ്പെടുത്താറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മാനസികമായിരിക്കുന്ന സംഘർഷങ്ങളിലായിരിക്കുന്ന ആളുകൾ, കുടുംബത്തിലെ അസമാധാനം അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതിലൊക്കെ സങ്കീർണമായിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമായിരിക്കുന്ന ആളുകൾ ഒരല്പസമയം അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വളരെ നിശബ്ദമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന ഒരന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ ഒരു അല്പസമയം ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥതയും ആശ്വാസവും ലഭിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലവിധമായിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളിലായിരിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലായിരിക്കുന്ന ആളുകളുണ്ട്,
കടഭാരത്തിലായിരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല സാമ്പത്തികമായിട്ട് ഒരുപാട് പുറകോട്ട് പോകുന്ന ഒരു കാലയളവാണ്. കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനമായാലും കാർഷിക വിളകൾക്കുണ്ടാകുന്ന വിലക്കുറവായാലും അതൊക്കെയും വളരെ കഠിനമായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാതെ മാനസികമായിട്ട് തകരുന്ന ആളുകൾ അവർ വന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെ തുടർന്ന് അവർക്ക് ചില പുതുവഴികൾ, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധ്യമല്ലെങ്കിലും അവർക്ക് പുതുതായിരിക്കുന്ന ചില വഴികൾ അവർക്ക് തുറന്ന് കിട്ടുന്നു, പുതിയ ചില ആശയങ്ങൾ അവർക്ക് കിട്ടുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അനേകം ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പരുമലയിലേക്കുള്ള പദയാത്രയും വാർഷികോത്സവത്തിന്റെ ഭാഗമാണ്. പൗരോഹിത ശ്രേഷ്ഠരുടെയും ഇടവകയിൽ നിന്നുള്ള യുവാക്കളുടെയും ഈ പദയാത്രയ്ക്ക് ശേഷം കൊണ്ടുവരുന്ന കൊടിമരം ഉയർത്തിയാണ് ഉത്സവത്തിന് തുടക്കമിടുന്നത്. അതോടെ നവ്യാനുഭവങ്ങൾക്കായി ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണവും ഏറുകയായി. എല്ലാ വർഷവും നമ്മൾ ഇടുക്കി ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പദയാത്ര ഏതാനും വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ വൈദികരുടെയും നേതൃത്വത്തിലാണ് ഈ പദയാത്ര നടക്കുന്നത്. കുരിശുമലയിലെ പെരുന്നാളിന്റെ ഔദ്യോഗികമായിരിക്കുന്ന പ്രാരംഭം കുറിക്കുന്നത് പരുമല പദയാത്ര ആരംഭിക്കുന്ന ദിവസമാണ്. ഭദ്രാസനത്തിലെ ഏതെങ്കിലും ഇടവകകളിൽ നിന്ന് ഓരോ വർഷവും ക്രമീകരിച്ച് കൊടിമരം ആഘോഷമായിട്ട് ഇവിടെ കൊണ്ടുവരികയും ആ കൊടിമരം കുരിശുമലയിൽ സ്ഥാപിച്ച് കൊടിയേറ്റുകയും ചെയ്ത് പരുമലയ്ക്കുള്ള പദയാത്ര എല്ലാ വർഷവും ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. 4 ദിവസം നീളുന്ന ഒരു യാത്രയാണ്. സാധാരണഗതിയിൽ ഒക്ടോബർ 29-ാം തീയതിയാണ് ഈ കൊടിയേറ്റും പദയാത്രയുടെ ആരംഭവും നടക്കുന്നത്. നാട്ടുകാരുടെ സഹനത്താലും അർപ്പണ മനസ്സാലും പള്ളി കൂടുതൽ വിശ്വാസാനുഭവങ്ങൾ ചൊരിയുമ്പോഴും അതുവഴി നേടുന്ന സമ്പാദ്യമെല്ലാം നാട്ടുകാർക്കും പാവപ്പെട്ടവർക്കുമായി വിനിയോഗിക്കാനും പള്ളി മടിക്കുന്നില്ല. പള്ളി കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യവും കുട്ടികൾക്ക് പഠന സൗകര്യവും ഇവിടെ നിന്ന് നൽകുന്നു. കുരിശുമലയിലെ ചാപ്പലിൽ വരുന്ന വരുമാനത്തിന്റെ ഒരു വലിയ പങ്ക് ചികിത്സാ സഹായത്തിനു വേണ്ടി നാം മാറ്റിവെച്ചിരിക്കുന്നു. അത് പ്രത്യേകമായിട്ട് ഉള്ള അപേക്ഷാ ഫോമുകൾ അതിന് ക്രമീകരിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി സമീപത്തുള്ള ഏതെങ്കിലും ഒരു വൈദികന്റെ കത്തോടുകൂടി ഇവിടെ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ എല്ലാ മാസവും 2-ാം ഞായറാഴ്ച നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി കൂടി ഈ അപേക്ഷകൾ പരിഗണിച്ച് നമുക്ക് കഴിയുന്ന സഹായം, രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ആവശ്യമനുസരിച്ച് നമുക്ക് കഴിയുന്ന സഹായം നമ്മൾ ചികിത്സാ സഹായമായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്കൂൾ വർഷ ആരംഭത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങുവാനും അത്യാവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങുവാനുമായിട്ടുമുള്ള സഹായം നമ്മൾ ചെയ്യുന്നുണ്ട്. വിശ്വാസവും വിശ്വാസികളും ഏറുമ്പോഴും പ്രാർത്ഥനാ പുണ്യം നിറയുമ്പോഴും കാർമേൽ കുരിശുമല പള്ളിയുടെ പ്രസക്തി ഏറുമ്പോഴും പള്ളി അധികൃതരുടെയും നാട്ടുകാരുടെയും ലക്ഷ്യങ്ങളും കൂടുകയാണ്. അതും കൂടുതൽ ജനോപകാരപ്രദമെന്ന ലക്ഷ്യത്തോടെ. വളരെ ചുരുങ്ങിയ ഭവനങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. വളരെ വിപുലമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയും കാണുന്നത് പോലെ അവരുടെ ഒരു ഐക്യവും കൂട്ടായ്മയും, അതാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം സഹായമായി തീരുന്നത്. ഇടവകയിലെ ഈ അല്പഭവനങ്ങളാണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി നമുക്ക് ഈ കുരിശുമലയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഭരണസമിതി അത് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഏക മനസ്സോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുവാനുള്ളത്. ശരിയാണ്. വിശ്വാസ പ്രമാണങ്ങളിലുപരി അനുഭവ പുണ്യമാണ് ഈ ആരാധനാലയത്തെ മഹത്വവൽക്കരിക്കുന്നത്. യേശുവിന്റെ വചനങ്ങൾ മനസ്സിലേക്ക് എത്തിക്കുവാനും പ്രവർത്തികളിൽ പരിശുദ്ധി കൊണ്ടുവരുവാനും ഈ മലഞ്ചെരുവിലെ ആരാധനാലയം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. വിശുദ്ധിയുടെ പുണ്യം ജീവിതത്തിലേക്ക് പകരാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവവചനങ്ങളിലൂടെ.